പാരമ്പര്യമായിട്ട് അലർജി ഉണ്ടോ? അത് നിങ്ങളെ കുട്ടികൾക്ക് കിട്ടുമെന്ന പേടിയുണ്ടോ? നിങ്ങളെ കുഞ്ഞ് വളരെ ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം 6 മാസം കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമുള്ള കുട്ടികൾക്ക് അലർജി, ആസ്മ, അതുപോലെ വേറെ കഫക്കെട്ട് ഉണ്ടാവാനും ഈവൻ ന്യൂമോണിയ, ഡയറിയ പോലും ഉണ്ടാവാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും വളരെ നല്ലതാണ്. കാരണം ഓവേറിയൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും വരാനുള്ള സാധ്യത വളരെയധികം കുറയുന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും അതിന്റെ ബുദ്ധിമുട്ടുകളും അധിക സ്ത്രീകളും നേരിടാറുണ്ട്. 6 മാസം കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുമ്പോൾ ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി കിട്ടുന്നതാണ്. അധിക ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ജോലിക്ക് പോകുന്നത് കൊണ്ട് കുട്ടിയെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുക. ഈവൻ നമുക്ക് ബ്രസ്റ്റ് പമ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നന്നായി എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പാലുണ്ടാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കംപ്ലീറ്റ്ലി 6 മാസം നിങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. കുട്ടികൾക്കും അമ്മമാർക്കും വളരെയധികം നല്ലതാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് ആചരിക്കുന്നുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഫാമിലിയിലോ പ്രഗ്നന്റ് ആയ ലേഡീസോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന അമ്മമാരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് അവരെ നിങ്ങളെ അറിയിക്കേണ്ടതാണ്.